ഹായ് ഗൈസ്. എന്തോരം വൃത്തി നടന്ന ശിവലിയപ്പ അതിന്റെ ഒരു കോലം നോക്കിയോ. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ കൊടുക്കാനുള്ള എക്സൈറ്റഡ് ആണോ? പിന്നെ എന്താ കാര്യണേ തിരിച്ചു വരിക. എത്ര കാലം കഴിഞ്ഞു പോകുന്നു ഗൈസ്. ഹായ് കപ്പിൾസ് ഔട്ട്ഫിറ്റ് ബർത്ത്. ഹായ് ഗൈസ് കം ബാക്ക്. അല്ല എനിക്കറിയാം ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് യൂസ്ഡ് ടു ആവാനുണ്ടാവും. ഞാൻ തന്നെ യൂസ്ഡ് ടു ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ വ്ളോഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാം. ലൈക്ക് നമ്മുടെ ഇന്റർവെല്ലിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആൾക്കാരുടെ കല്യാണമാണ് ആക്ച്വലി എന്നുള്ളത്. സാധാരണ നമുക്ക് കല്യാണം വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ വ്ളോഗുകളും കല്യാണമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏജ് അല്ലെങ്കിൽ നമ്മൾ ഈ സർക്കിളിൽ കല്യാണം ടൈം അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. സോ കല്യാണത്തിന് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരുന്നതല്ലേ, അപ്പം ഒന്നും കൂടി സുഖമാണ് ലൈക്ക് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ആൾക്കാരുടെ കല്യാണമാണ്. ഒന്ന് നമ്മുടെ ദിൽഷാദ് അത്തോണിന്റെയും ഫസ്മിന്റെയും. അപ്പോൾ 2 ആൾക്കാരും ഓൾമോസ്റ്റ് 4 years. ദിൽഷാദ് ഫ്രം ദ ബിഗിനിങ് ഇന്റർവെല്ലിലുണ്ട്. ഓൾമോസ്റ്റ് 5 to 6 years അടുത്ത് ആവാനായി. കാരണം അരീക്കോട് ഓഫീസ് തുടങ്ങി നമ്മളെ ഒരു 1 of the first hiring ആയിരുന്നു അരീക്കോട്ടേക്കുള്ളത്. അപ്പം അതേപോലെ തന്നെ ഫസ്മിൻ അന്ന് വേറെ പ്രോജക്റ്റിൽ ഓൾറെഡി നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഈസി ഇംഗ്ലീഷിൽ നിന്ന് നേരെ ഇന്റർവെല്ലിലേക്ക് ജോയിൻ ചെയ്തതാണ്. ഇന്ന് ഇന്റർവെല്ലിന്റെ ഈ വളർച്ചയ്ക്ക് ഇവരുടെയൊക്കെ ലൈക്ക് ഹാർഡ് വർക്ക് ഭയങ്കര പ്രകടമായിട്ട് അതിലുണ്ട്. കല്യാണം ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ ആസ് ടോട്ടൽ ടീം ഇന്റർവെല്ലിനും പ്രത്യേകിച്ച് എനിക്കും. 2 വർഷം മുമ്പ് നിക്കാഹ് കഴിഞ്ഞതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അന്നത്തെ വ്ളോഗില്ല. പക്ഷെ ഇന്ന് കല്യാണം 2 വർഷത്തിന് ശേഷമാണ് കല്യാണം വരുന്നത്. സോ നേരെ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അതിരാവിലെ തന്നെ വണ്ടി നമ്മളുടേതായതുകൊണ്ട് ഞാൻ 9 മണിയായപ്പോഴേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. അത് അത്തോളി മാറ്റി ഒരുങ്ങി നമ്മൾ കാറിൽ കയറി ഫസ്റ്റ് വീട്ടിൽ പോയി. അവിടുന്ന് നേരെ വീട്ടിൽ വന്നതിന് ശേഷം ഓഡിറ്റോറിയത്തേക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. സോ അത്തോളിൻ്റെ വല്യമ്മ യാത്ര പറയാൻ വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ ഗൈസ്, ഫോട്ടോഗ്രാഫർ അല്ല മൊത്തത്തില് കല്യാണമാണത്. മാസ് പുതിയ പ്ലാനാണല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്, 2 വർഷമുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുപ്രഭാതത്തിൽ പോയിട്ട് ഒരിക്കലും കിട്ടരുത്. താഴത്ത് ചെറുതായിട്ട് റോഡ് പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നടക്കുകയായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. ഒരു 100 മീറ്റർ. കുറെ കാലത്തിന് ശേഷം നടന്നു വരുന്ന പുതിയ ആപ്പിള ഗൈസ്. എന്തുകൊണ്ടാണ് നമ്മൾ നടക്കാൻ കാരണം നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ അല്ലേ. കല്യാണ സമയത്തും അത്ത കൊടുക്കണ ഒരു മോട്ടിവേഷൻ നാട്ടുകാർക്ക് ചില്ലറൊന്നുമല്ല. ഒരു 100 മീറ്റർ നടന്നിട്ട് വേണം നമ്മള് അല്ലേ ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തിനാണ് കല്യാണം കഴിക്കാൻ പോലും നടക്കണം എന്നുള്ളതാണ് അത്തോന്റെ പോളിസി. ഇത് വെറൈറ്റി വില. ഇത് ചൊറ്റ കിട്ടാണല്ലോ. നോക്കട്ടെ, ഇത് ചൊറ്റ കിട്ടാൻ മൈലാഞ്ചിയാണല്ലോ അല്ലേ. ആരട്ടെന്നേ ബലൂണ് തൊള്ളിൽ പോവാ. നമുക്ക് ഒഴിവാക്കിയാലോ. ഈ കൈൻ്റെ ഉള്ളിലിട്ടില്ല മൈലാഞ്ചി. ഞാൻ പിന്നെ നേരത്തെ എത്തി. അപ്പൊ മറ്റേ ബലൂണല്ലോ. വലിയ ബലൂണിൽ ഈ വാട്ടർ ബലൂണിൽ ചായ നിറക്കാം. അല്ലാ എന്താണ് ബലൂണൊക്കെ പോയ പോക്കുണ്ടോ. ഇതാരാ ആന്റി കാക്കുവാ. ഇവാ ആരെ കല്യാണം? ഏതാ ആന്റിന്റെ? ഏതാ ആന്റി? ഈ വരത്തെ എന്തിനാ ചീത്ത പറയണേ? എന്തിനാ ചീത്ത പറയണേ? എന്തിനാ ചീത്ത പറയണേ? അല്ലോ ദേഷ്യം. താങ്ക് യു എല്ലാവർക്കും ഉണ്ട്. തെറ്റിയോ? തെറ്റിണ് എന്നെ കണ്ടറിയിച്ച് തെറ്റിണ്. ഇത് തെറ്റിണ്. അല്ലോ ആരോടാ പറഞ്ഞേ? ഇന്നോടല്ലോ ബാക്കിയുള്ളല്ലേ? തൊപ്പിട്ട കാക്കനോടല്ലേ? തൊപ്പിട്ട കാക്കോണ് ഗൈസ്. തൊപ്പിട്ട കാക്കോ ഉണ്ടല്ലേ? ഞാൻ പോവാട്ടോ. എല്ലാരും ഒരുമിച്ച് വരാട്ടോ. ഇവിടെ അഞ്ചൻ. അല്ലാ ഇന്നത്തെ പാട്ടെടുത്താണുള്ളത്. ഹസ്ബൻഡ് എന്നാ ഇങ്ങോട്ട് തിരിച്ചു വരിക? എത്ര കാലം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വരിക? ഹസ്ബനാ ബൈ ബൈ. അങ്ങനെ എത്തിയിരിക്കുന്നു അവർ. അതാ 2 കിലോ അല്ല എത്ര കിലോ ഉണ്ട് ഫസ്മിന? 10 കിലോ പൊക്കിക്കൊണ്ട് ഫസ്മിന. നീ ഞങ്ങളെ നടത്തിക്കൂലേ? അതിനെ നടത്തിച്ചില്ലേ?
അത് അത്തോ ഐസോണിന്റെ പരസ്യവുമായി അത്തോ. ആപ്പിൾ മൊത്തം ആപ്പിളാണല്ലോ. സുന എന്താ കറിയണേ? എന്താ വിഷയമുണ്ടോ? ഇങ്ങനല്ലേ കല്യാണൊക്കെ ആവുമ്പോ വിഷയാക്കല്ലേ? മുഖം കണ്ട ആകെ ഡൗണാണ്. അപ്പൊ ഗൈസ് ഞങ്ങളിതാ എവിടുക്ക പോണ ആദ്യം? വീട്ടിക്ക്. ഓക്കെ, ആദ്യമായിട്ട് ഫസ്മിനെ വീട്ടിൽ കയറാൻ പോവാണ് അല്ലേ? ഇത്ര കാലം 2 കൊല്ലത്തിന് ശേഷം ഇതുവരെ വീട്ടിൽ കയറില്ല. കല്യാണത്തിന് 2 വർഷത്തിന് ശേഷം ഫസ്മിന നിക്കാഹ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട് തവണയാണ് വീട്ടിലേക്ക് കയറാനുള്ള. അതാ ഫസ്മിന 10 കിലോ. അപ്പം ഈ മുന്നാസിന്റെ തലം എന്റെ ബ്ലോഗേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന് കറക്റ്റ് എത്തിക്കാൻ കഴിയില്ല. നിങ്ങൾ കാണണം അല്ല ഇതിനകത്താ കൈ പിടിച്ചു പോരി. ഡ്രസ് കോഡ് ടീം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. പക്ഷേ പുതിയ വീട് എങ്ങനെയുണ്ട് അല്ലേ? ഇനി മുതൽ ഇതാണ് നിങ്ങളെ വീട്. ഓക്കെ. ഞാൻ വേറെ പാട്ടില്ലേ സ്റ്റേജൊക്കെ തപ്പട ഭയങ്കര സൂപ്പറായിട്ട് ഒരുക്കിണ്ട്. നല്ല ഭംഗിയുണ്ട്. കുറെ ഗ്രൂപ്പ് ഫോട്ടോ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ ആൾക്കാരുണ്ട്. പേഴ്സണലി എനിക്ക് അറിയുന്നേയും അറിയാത്തൊക്കെ ആൾക്കാരുണ്ട്. പാട്ട് പാടണ്ടേ? ഏത് പാട്ട് പാടും? ഇന്നലെ ഈ മൈലാഞ്ചി ഒറ്റക്കിട്ട് നോക്കട്ടെ. ഇതല്ലല്ലോ ഒറ്റക്കിട്ട മൈലാഞ്ചി. ഇതാ അതിൻ്റെ ഉള്ളിൽ. ഏതാണ് ഇതോ? ഓ സൂപ്പറാണല്ലോ. ഈ എൻ്റെ കൈമ ഒറ്റക്കിട്ടോടെ നോക്കട്ടെ. അത് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും കാണിച്ചു. ഓ സൂപ്പർ മൈലാഞ്ചിയുടെ ആളാട്ടത്. എൻ്റെ പേരെന്താ? ഐറിൻ. എൻ്റെ പേരോ? സുഹാദ. എൻ്റെ പേരോ? നാഫി. 2 ഇത് 2 ചിട്ടാ നല്ല കുറച്ചും കൂടി നന്നാക്കാണ് കേട്ടോ. ഇതാരട്ടോ മൈലാഞ്ചി അവിടെ? എങ്ങനെ പഠിച്ചണ്ടപ്പോ ജോലി കിട്ടോ? എങ്ങനെ ജോലി കിട്ടാ? എന്ത് ജോലി കിട്ടാ? പെട്ടിക്കട ജോലിയോ? അദീപ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഫസ്മിനന്റെ താത്തന്റെ ടീമാണ്. താത്ത ഗൈസ് ഒരു മാസ് എൻട്രിക്കുള്ള ഒരുക്കൊണ്ട് എമിർ ഖയാൻ ആൻഡ് ഡാഡി ഖയാൻ മമ്മി ഖയാൻ. അല്ലാ അസ്ലു സിംഗിളാണ്. അസ്ലു സിംഗിള്, പിന്നെ സിംഗിൾ ഉള്ളതാ സാൻകോ ലാൻഡഡ്. റത്തോന്റെ കല്യാണം. ഒരു കാര്യമില്ല, അത് വെറുതെ ഉണ്ടാക്കി വർത്താനം പറഞ്ഞ് നിൽക്കാണ്. ഇത് നമ്മളെ ഖദീജത്ത, നമ്മളെ കണ്ണൂർ നമ്മളെ കമ്പനി വർക്ക് ചെയ്തതിന് കമ്പനിയിൽ നിന്ന് ഇവിടെ ഇട്ടും ഈ കല്യാണത്തിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. നമ്മളെ കണ്ണൂരിൽ നിന്ന് ഇവിടെ ഇട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ലുക്ക്. ബിഎമ്മിനേക്കാൾ ജിമ്മിനെ പറ്റിയേ ബിഎം വാങ്ങണ പൈസ ഉണ്ടെങ്കിലേ 10 ജിമ്മിനാണ്. റിയാസ് എത്തിയിട്ടുണ്ട്. ഒന്നുകൂടി എന്നാ സാര വരും നോക്കി. നമ്മളെ ഒഫീഷ്യൽ ജെൻസി ബ്യൂട്ടീഷ്യൻ. ക്യാമറയിലൂടെ കാണുന്ന ഫ്രെയിം ഒന്ന് കാണിച്ചു തന്നാ സാർ. എന്തൊരു അടങ്ങിക്ക് നല്ലത് ഫോക്കസ് ആവുള്ളൂ. എല്ലാവരും ടീം ക്ലാസ് റൂം അതവിടെ ചെറുതുണ്ടായിരുന്നു.
ഫുഡ് കഴിച്ചോ? എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ ഫുഡാ? ഹായ് ഗൈസ്, കാണില്ല. ഞാൻ വ്ളോഗ്. ഹായ് കപ്പിൾസ്, ഔട്ട്ഫിറ്റ് വെറുത്തില്ല, ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും ലേറ്റ് എത്തുന്ന ഷമ്മാസിത ഇങ്ങോട്ടേക്ക് ലേറ്റ് എത്തിയിരിക്കുന്നു. ഇൻ കേസ് BM-ന്റെ ഹസ്ന ഒന്നുമില്ല. ഹസ്നുണ്ടോ? ഞാൻ മറന്നു. എമ്മി എങ്ങനെ നടന്നതാ? എത്ര റീലുകൾ എടാ, എത്ര റീലുകൾ എമ്മിയെ. ജൂലി എടുത്തോ, കുഴപ്പമില്ല. അങ്ങനെ കളിയാക്കല്ലേ, ജൂലിനെ കളിയാക്കല്ലേ. പ്രശ്നമില്ല, ആ കണ്ണിന് തുടച്ചിട്ട് പ്രശ്നമില്ല എന്ന് പറയും. വലിയ സങ്കടം ഉണ്ടാവും. എന്താ സഫ്വാനെ മുഖം കാണിച്ചേ? സിയോതാ പരിപാടി തുടങ്ങിന്. ആ കണ്ണട വെച്ചോണ്ട് കണ്ടില്ല ഇനി, അതാണ്. ആ അനസ് വരുന്നു. ആരാണ്? സബ്സ്ക്രൈബറാണ്. നിങ്ങള് വ്ളോഗ് കാണുന്നുണ്ടോ? ഫുള്ള് കാണുന്നുണ്ടോ? അല്ലെ, കണ്ണൂരിന്ന് ഇപ്പോൾ ഇന്റർവെല്ലിൽ നിൽക്കുന്ന ഒരു ഫീൽ ഇല്ലേ? അത്രേ ഉള്ളൂ. അതാണ് എന്റെ ഉദ്ദേശം. വിജയിച്ചു നമ്മൾ ഗൈസ്. ഇത് ഫസ്റ്റ് ടീമാണ്, അതുകൊണ്ട് അത്തോളിനെ പുറത്താക്കി. ഫാസ്മിനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തോ, അത്തോളിനെ മാറ്റി എടുത്ത് ശരിയാ ജസീമേ? ഫോട്ടോ നിൽക്കുന്നില്ല ജസീമ, പിന്നെ ഓനോട് അഭിപ്രായം ചോദിക്കണേ. ആണോ? ഇജ്ജ് ഫോട്ടോ ഒക്കെ നിൽക്കില്ലേ ജസീമേ? ഇവിടെ മൊത്തം ഇന്റർവെല്ല് ഹൈജാക്ക് ചെയ്ത് ഇനി മൊത്തം ഇന്റർവെല്ലിന്റെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഫാമിലീസ് ഒക്കെ. അയ്യോ, അത് അമ്മ ചിലത് സൊഫാനാ താടി മീശി പഠിച്ചാട്ടോ. ഡ്രസ് ഇട്ടതിന്റെ ആ ഒരു സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. അത് കൂടെ ഉള്ള ഫസ്മിനയുടെ കല്യാണത്തിന് വന്നിട്ട് പോലാ മതി. എത്ര പറഞ്ഞാലും നല്ല ഒന്നുമില്ലേ? എനിക്ക് നല്ല ഇട്ടുടനെയോ? എനിക്ക് നാജിമൊക്കെ ഒന്ന് നോക്കിയാ സ്റ്റിച്ച് എടുത്ത് പോലാണിത്. എംബ്രോയിഡറി മോഡൽസ് ആണ്. ആൾക്കാർ പറഞ്ഞേ ആടുന്നൊക്കെ അഭിപ്രായം പറയും, എന്തോരം വൃത്തി നടന്ന ശിവലിയപ്പ അതിന്റെ ഒരു കോലം നോക്കിയ ഇങ്ങനത്തെ ഒക്കെ ചെയ്താൽ പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? പോലീസ് സർ, റസൽ എക്സൈറ്റഡ് ആണോ? സൂപ്പർ എക്സൈറ്റഡ്. സബ്സ്ക്രൈബർ അല്ലേ? ആ, എന്നാ ഓക്കെ. നമുക്ക് ജസ്മത്തിനോട് ചോദിക്കാം. ജസ്മത, കല്യാണ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഗോ വിത്ത് ദ ഫ്ലോ അല്ലേ? അസ്ലു അല്ല, അസ്ലുന്റെ കല്യാണം കഴിഞ്ഞില്ല. ടീം ക്ലാസ് റൂം. ഈ ഒരു കല്യാണത്തിന് ഏറ്റവും ടാസ്ക് ഉള്ള പരിപാടി ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മൊത്തം ടീമിന്റെ ഇതാണ് അത്തോളിന്റെ ഫുൾ ഫാമിലി. ഉമ്മ, ഉപ്പ, അനിയന്, അനിയത്തിമാര്, അളിയൻ. സൂപ്പർ ലൈറ്റിംഗ്. ഇവനോട് ചിരിക്കാൻ പറഞ്ഞാണേ.
അപ്പോൾ ദാ ഗൈസ് ഫസ്മിനൻ്റെ ഫാമിലിക്ക് ദിൽഷാൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും ഫസ്മിനൻ്റെ ഉമ്മയും താത്താരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നത്. ഇനി അതാ ഫസ്മിനെ ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്ത് ഐശ്വര്യത്തിൻ്റെ മഴയാണെന്ന് നമ്മൾ വിചാരിക്കുക. ഐശ്വര്യത്തിന്റെ മഴ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഔട്ട്ഡോർ ഷൂട്ടിന് പോയതാണ്. മഴയൊക്കെ കഴിഞ്ഞ് മുന്നാസ് കിട്ടിയ ഗ്യാപ്പിൽ ഫ്ലവർ എടുത്തത് ആൾട്ടോമിൽ കയറ്റി വെച്ചാണ്. ആ പോകുന്നത് ആ പൂവെടുക്കുന്ന കുറലേ. അടുത്തതായി കാട്ടിൽ പുതിയണ്ണ്. ഞാൻ വീണാളാ തലറങ്ങി. ഗൈസ് ജോക്സ് അപ്പാർട്ട്, മുന്നാസാണ് നമ്മൾ ഒട്ടുമിക്ക ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒക്കെ ഫോട്ടോ എടുക്കൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ ഉണ്ടാകുന്നത്. ഭയങ്കര ലൈക്ക് ആൾക്കാർക്ക് ആ ഒരു അപ്രോച്ചബിളാണ്. അതേപോലെ തന്നെ ഭയങ്കര കംഫർട്ടായിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കുള്ളൂ. നല്ല ഔട്ട്സൊക്കെ മാക്സിമം മുന്നാസ് നമുക്ക് തരലുണ്ട്. അഡ്രോൺ വെഡ്ഡിങ്സ് ഗൈസ്, ഇതൊരു പെയ്ഡ് കൊളാബല്ല. യെസ്, ഇത് ഫുൾ അഡ്രോൺ ടീമാണ്. ചില്ലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ചില്ലായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്ന ഈ വീടിൻ്റെ പരിസരവും അതേപോലെ ഈ വീട്ടിലുള്ള ആംബിയൻസൊക്കെ വളരെ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വീടും ആംബിയൻസൊക്കെയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ മുന്നാസ് ഇവിടെ വരലുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കെയർ ഓഫ് ലോൺ എടുത്തതാണ്. സോ നല്ല ഫോട്ടോസും നല്ല ആംബിയൻസുമുള്ള ഒരുപാട് ഏരിയകൾ ഈ വീട്ടിലുണ്ട്. ഈ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് മുറ്റമാണ്. മുറ്റത്ത് അമ്മയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഓടി നടക്കുന്നു. സോ ഇത്രയും ഒരു പോസിറ്റീവ് വീട് കണ്ടുകൊണ്ടെന്ന് സൂപ്പറായിട്ട് നമ്മൾ പോസ്റ്റിന് വേണ്ടി ഉറങ്ങുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് ബ്രദർ വാട്ട് ഈസ് ദിസ്? നോ ഇത് കണ്ണുകുത്തിയോ രമ്യ, കണ്ണുകുത്ത്. ആ എന്തൊക്കെ നടക്കണേ? ഈ കൊച്ചി ഫസ്മിനെ പോകുന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വ്ളോഗ് ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലെങ്തിയറായി. സോ നമ്മളിപ്പോൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.